ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യണത് ഒരു കാര്യം പറയാനാണ്. അതായത് ഇപ്പോൾ നിയർലി എനിക്ക് സംഭവിച്ച ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യണത്. വേറൊന്നുമല്ല. അപ്പോൾ അതിന് മുൻപായിട്ട് ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനാബിൾ ചെയ്തിടാം. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ മുൻപൊന്നും ബെല്ലൈക്കണിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് പറയുമ്പോൾ ഇത്തിരി കുഴകുഴ ആവണത്. സോ നമുക്ക് ഇതിലോട്ട് കിടക്കാം. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ് യൂത്ത് ഫേസ് ക്രീം, വി ഗ്ലോ, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡല്ല, അങ്ങനത്തെ കുറച്ച് വൈറ്റനിങ് ക്രീംസ്. അപ്പോൾ എനിക്ക് അത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, അതാണ് ഞാനിപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ സ്കിന്നിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് ഇന്നേ വരെ സ്കിൻ പ്രോബ്ലം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഡിസ്കളറേഷൻ, പിഗ്മെന്റേഷൻ, ഓപ്പൺ പോഴ്സ്, ഡാർക്ക് സർക്കിൾ, അങ്ങനത്തെ കുറച്ച് പ്രശ്നമുള്ളൂ. ആക്നി, ബ്രേക്ക്ഔട്ട്സ്, അങ്ങനെ എന്ത് യൂസ് ചെയ്താലും വരാത്തൊരു സ്കിൻ ടൈപ്പ് ആയിരുന്നു എൻ്റെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ആലോചിച്ച്, അതായത് എന്തും യൂസ് ചെയ്യാം, പെട്ടെന്ന് ബ്രേക്ക്ഔട്ട്സ് ഒന്നും ഉണ്ടാവില്ല, അലർജി പ്രോബ്ലം ഇല്ല, അങ്ങനത്തെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു 2 പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇത് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണില്ല, കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. സോ ഞാൻ കരുതി എന്ത് യൂസ് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ 2 പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എൻ്റെ സ്കിൻ കംപ്ലീറ്റ്ലി ഡാമേജ് ആയി. അപ്പോൾ ഇന്ന് അത് ഏതൊക്കെയാണ് ആ 2 പ്രൊഡക്ട്സ്? ഒന്ന് ഓഫ് കോഴ്സ് യൂത്ത് ഫേസ് ക്രീം ആണ്. രണ്ടാമത്തെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രോജറി, ഈ ഒരു സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഈ 2 സംഭവത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയണത്. അപ്പോൾ നമുക്കറിയാം, ഈ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്റേണലി നമ്മുടെ ബോഡിക്കൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ അറിയാം. എന്നാലും ആഫ്റ്റർ പ്രഗ്നൻസി എനിക്കിത് യൂസ് ചെയ്യാൻ ഞാൻ തന്നെ നിർബന്ധം കൊടുത്ത് യൂസ് ചെയ്തൊരു സംഭവമാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ വന്നു. കഴുത്തിലും ഫേസിലൊക്കെ നന്നായിട്ട് പിഗ്മെന്റേഷൻ വന്നു. എന്ത് യൂസ് ചെയ്തിട്ടും അത് കുറയുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാം, അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനൊരു റിസൾട്ട് കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു വൃത്തികേട് മാറിക്കിട്ടും എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് യൂത്ത് ഫേസ് ക്രീം യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ യൂത്ത് ഫേസ് ക്രീം വാങ്ങി യൂസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നാണ് വീണ്ടും രണ്ടാമത് പ്രഗ്നന്റ് ആയത്. അപ്പോൾ ഞാനത് നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഉണ്ണികൾക്ക് ഇപ്പോൾ അത്യാവശ്യം ബ്രസ്റ്റ് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു. അതായത് ഇനി ബ്രസ്റ്റ് ഫീഡിംഗ് ഒന്നും ചെയ്യണില്ല എന്നുള്ള ഒരു ഇതിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഞാൻ യൂത്ത് ഫേസ് ക്രീം യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് 2-3 ദിവസം യൂസ് ചെയ്യുമ്പോഴേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫേസ് ഡിം ആയത് പെട്ടെന്നൊന്ന് ബ്രൈറ്റനൊക്കെ ചെയ്ത് കിട്ടും. നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റഡി ആയിരിക്കും. പിന്നെ നമ്മൾ 1-2 ബോട്ടിൽ യൂസ് ചെയ്താലാണ് പെട്ടെന്ന് നമുക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു ഡ്രോബാക്ക് എന്നൊക്കെ പറയുന്നത്, ഫസ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്തിപ്പോൾ എനിക്ക് ഈ ഒരു 1 വീക്കൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുപോലെ മുൻപത്തെക്കാളും നമ്മുടെ ഫേസൊക്കെ ഭയങ്കര ഡാർക്കനായി പോയി. അപ്പോൾ ഞാൻ ഈ വട്ടം വിചാരിച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യും. കാരണം നമുക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ട്രോമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നമ്മുടെ ഈ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ, ആ ഒരു ട്രോമ ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്. സോ ഞാൻ കരുതി കുറച്ചുകൂടി ഫെയർ ആയിരിക്കുന്നതായിരിക്കും നല്ലത്, അങ്ങനത്തെ ഒരു ടൈപ്പാണ് കുറച്ചും കൂടി എല്ലാവരും മുന്നിലും നല്ലത്, അങ്ങനത്തെ ഒരു എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ വാങ്ങി യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം പെട്ടെന്ന് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നാം, നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഫെയർ ആയിട്ട് തോന്നുമ്പോൾ നല്ല കോൺഫിഡൻസ് തോന്നാം. സോ ഞാനും അങ്ങനെ ചിന്തിച്ച് ഒരു ഇതായി. പിന്നെ ഞാൻ ആ ഒരു ടൈമിൽ യൂത്ത് ഫേസ് ക്രീം യൂസ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഞാൻ അത്യാവശ്യം പുറത്തേക്കൊക്കെ പോയിരുന്നു. പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ ഞാൻ നൈറ്റ് ക്രീം ആയിട്ട് യൂസ് ചെയ്തിരുന്നു. പിന്നെ അത് മോർണിംഗിൽ പുറത്ത് പോകുമ്പോൾ ഈ ഒരു ന്യൂട്രോജറിയുടെ ഈ ഒരു സൺസ്ക്രീനും ഞാൻ യൂസ് ചെയ്തിരുന്നു. പിന്നെ യൂസ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഫുൾ ബ്രേക്ക്ഔട്ട്സ് വന്നു. കണ്ടോ, ഇവിടെ ഈ ഒരു സൈഡിലില്ല, ഇവിടെ നിന്ന് നെറ്റിയുമെന്ന് ഇങ്ങനെ തുടങ്ങി ഫുള്ള് ഇങ്ങനെ ഇവിടം വരെ, ഇവിടെയൊക്കെ ഇപ്പോഴും അതിൻ്റെതായ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നിർത്തി. എനിക്ക് എന്തുകൊണ്ടാണ് വന്നിരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം വിചാരിച്ച് ഈ ഒരു സൺസ്ക്രീനിൻ്റെ ആയിരിക്കും. കാരണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് തന്നെ പറയുന്നത് ഭയങ്കര വാട്ടറി ആയിട്ടൊരു കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ ഞാൻ കരുതി ഇത് യൂസ് ചെയ്തിട്ട് ഇതുകൊണ്ടായിരിക്കണം എനിക്ക് ബ്രേക്ക് ഔട്ട് വന്നേന്ന് കരുതിയിട്ട് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തു ആദ്യം തന്നെ. പിന്നെയും എനിക്ക് വീണ്ടും ബുദ്ധിമുട്ട്, ബ്രേക്ക്ഔട്ട്സ് വരാം, അതേപോലെ ഭയങ്കര പസ്സുള്ള കുരുകൾ വരാം. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇനി യൂത്ത് ഫേസ് ക്രീം. പക്ഷേ നമുക്ക് എന്തോ ഒരു ക്രീം യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ എനിക്ക് നമ്മൾ പാച്ച് ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് അപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറിയാനും പറ്റില്ല. ഇത് അങ്ങനെയല്ല. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു 1-2 വീക്സ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആവാറായ ടൈമിലാണ് എനിക്ക്
ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഞാൻ ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇത് എന്താ ഉണ്ടായി, എന്താ സംഭവം എന്ന്. അപ്പോൾ ഞാൻ അത് നിർത്തി. യൂത്തിൽ നിന്നാണ് അത് വരുന്നത്, കാരണം വേറെ അങ്ങനെ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ കറന്റ് സ്കിൻ കെയറിലൊന്നും ചെയ്യണില്ല. അപ്പോൾ ഇത് രണ്ടും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഉള്ളത് ആ യൂത്ത് ഫേസ് ക്രീമാണ് യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്തി കഴിഞ്ഞിട്ടും ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊന്നും അങ്ങനെ കുറയണില്ല. അത്യാവശ്യം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിർത്തിയിട്ട് 1 മന്തോളമായി, എന്നാലും അത്യാവശ്യം ഉണ്ട്. ഇപ്പം ഞാൻ സ്കിൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ 3ാമത്തെ പ്രൊഡക്റ്റായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവമാണ്, സുവർണ ഗ്ലോ ഓയിൽ. എൻ്റെ വീഡിയോസൊക്കെ മുൻപ് കാണുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എൻ്റെ ആ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിൽ, ഡെലിവറി കഴിഞ്ഞ് ആ ഒരു നമ്മുടെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ആ ഒരു പീരീഡിൽ ഞാൻ നന്നായിട്ട് നൈറ്റ് ഓയിലായിട്ട് യൂസ് ചെയ്തിരുന്ന സംഭവമാണ് സുവർണ ഗ്ലോ ഓയിൽ. ഇതിപ്പോഴും ഉണ്ട്, ഓൾമോസ്റ്റ് ഒരു 1/4 ബോട്ടിലും കൂടി ഉണ്ട്. അത്യാവശ്യമൊക്കെ ഞാൻ നന്നായി യൂസ് ചെയ്തിരുന്നു. സോ എനിക്കിപ്പോൾ എന്ത് യൂസ് ചെയ്താലാണ് ഈ ഒരു, കാരണം എനിക്കറിയാം കുറച്ചും കൂടി നമ്മളൊന്നും ഫേസിൽ യൂസ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇവൻച്വലി ഇത് കുറയുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിത് ഭയങ്കര ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വന്നപ്പോൾ ഞാൻ തന്നെ ഭയങ്കര പാനിക്കായി തുടങ്ങി. കാരണം ഞാൻ അങ്ങനെ എൻ്റെ ഫേസ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വൃത്തികേടായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, നമുക്ക് കളർ കുറവാണെങ്കിൽ പോലും നമുക്ക് ഫേസ് ക്ലിയർ ആയിരിക്കുന്ന ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവാഞ്ഞിട്ട് ഭയങ്കര പാനിക്കാവാൻ തുടങ്ങി. ഞാൻ പെട്ടെന്നാണ് ഓർമ്മ വന്നത് ഈ ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പിഗ്മെന്റേഷനും ആക്നി അങ്ങനത്തേതായ എല്ലാത്തിനും യൂസ് ചെയ്യണ ഒരു ഓയിലാണ്, ഗ്ലോ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ വീണ്ടും ഒരു 2-3 വീക്സ് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തു. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഉണ്ണികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ അങ്ങോട്ട് വാരി മുഖത്ത് തേക്കാൻ പറ്റില്ല ഓയിലാണ്. എനിക്കിത് ഡെലിവറി ടൈമിലൊക്കെ ഞാൻ അത് യൂസ് ചെയ്തിട്ട് നൈറ്റ് കിടക്കുമ്പോൾ ഉറുമ്പൊക്കെ വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ 2-3 ഡ്രോപ്സ് വീതം എന്നും നൈറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തു, റിസൾട്ട് കിട്ടി. എനിക്ക് യൂത്ത് ക്രീം യൂസ് ചെയ്തിട്ട് വന്ന ബ്രേക്ക്ഔട്ട്സും ഇത് യൂസ് ചെയ്തിട്ട് വന്ന ആ ഒരു ഡിഫറൻസും ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. പിന്നെ എല്ലാവർക്കും എന്റെ പോലെ തന്നെ ആവണമെന്നില്ല, കാരണം യൂത്ത് യൂസ് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ട്. യൂത്ത് വീഗ്ലോ അല്ലാതെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന എല്ലാവരും ഉണ്ട്. പക്ഷേ എനിക്ക് എക്സ്പെക്ട് ചെയ്തതിലും അപ്പുറമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് പറ്റോ പറ്റില്ല നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഒരു 1 മന്തോളം യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു ബോട്ടിൽ കാലിയാവാൻ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ബ്രേക്ക്ഔട്ട്സും ആക്നിയും കാര്യങ്ങളൊക്കെ പോകുന്നതും. പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിൻ ഫുള്ള് ഡാമേജ് ആവും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ബ്രൈറ്റ്നസും കാര്യങ്ങളും വന്ന് യൂസ് ചെയ്ത് നിർത്തിയപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര എന്താ പറയുക, ചുളിഞ്ഞ് ഈ ഒരു ടെക്സ്ചർ എല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഉള്ളത് ഭയങ്കര മോശം അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ സ്കിൻ ഞാനായിട്ട് തൊലച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ഞാനായിട്ട് യൂസ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്ത 2 പ്രൊഡക്ട്സ് ആണ് ഈ ന്യൂട്രോജലിന്റെ സൺസ്ക്രീനും അതുപോലെ തന്നെ യൂത്ത് ഫേസ് ക്രീമും. ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് യൂസ് ചെയ്യേണ്ടത്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, നമ്മുടെ സ്കിൻ ഈ ഒരു ഗ്ലാസ് സ്കിൻ ടൈപ്പ്, അതേപോലെ തന്നെ ക്ലിയർ സ്കിൻ, അങ്ങനത്തെ ഒരു ടൈപ്പ് ആവണം. ബാക്കി നമ്മൾ വേറെ അതിനെ പറ്റി കെയർ ചെയ്യണില്ല, വേറെ എന്തെങ്കിലും കുഴപ്പമില്ല, വേറെടുത്ത് വെച്ച് കാണാം, എനിക്ക് സ്കിൻ നന്നായിരുന്നാൽ മതി, നല്ല ഫെയർ ആയിരുന്നാൽ മതി, അങ്ങനെയൊക്കെ വിചാരിക്കണവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു യൂത്ത് ഫേസിലോട്ട് പോവാം. അത് 1 ബോട്ടിൽ അല്ല 1-2 ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് ഫസ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും. പിന്നെയുള്ള ഒരു, അതായത് പെട്ടെന്ന് നമ്മൾ വെളുത്തൊന്നും വരില്ല. ഫസ്റ്റ് 2-3 യൂസ് ഫസ്റ്റ് വീക്കിലൊക്കെ നമുക്ക് നമ്മുടെ സ്കിൻ ഒന്നും കൂടി ടാനൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റൻ ആയ പോലെ തോന്നും. പിന്നെ അങ്ങോട്ട് റിസൾട്ട് ഭയങ്കര സ്റ്റഡി ആയിരിക്കും. പിന്നെ 2-3 ബോട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുൻപ് ഇത് കാണുന്ന എല്ലാവരും തോന്നും വൈറ്റനിങ് ക്രീംസ് ഒക്കെ നല്ലതല്ല, എല്ലാവർക്കും അറിയണതല്ല, പിന്നെ എന്തുകൊണ്ട് ഞാനത് വാങ്ങി യൂസ് ചെയ്യുന്നൊക്കെ കരുതുന്നുണ്ടാവും. ഈ അടുത്ത് ഞാൻ ഈ ഒരു യൂത്തിന്റെ ഒരു ക്രീം വാങ്ങിയ ടൈമിൽ തന്നെയാണ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നത്. കാരണം ഈ ഒരു വൈറ്റനിങ് ക്രീംസിലൊക്കെ ഒരുപാട് മെർക്കുറി കണ്ടന്റ് കൂടുതലാണ്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ ബാധിക്കുന്നുള്ളത്. അത് ഞാൻ അപ്പം തന്നെ അവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അത് ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഇവരുടെ സിമ്പിളും കാര്യങ്ങളൊക്കെ വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക, ഇവരുടെ സർട്ടിഫൈഡ് ആണോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ അതിനെ പറ്റൊന്നല്ല പറയണത്, ഞാൻ അത് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിൽ വന്ന ഡിഫറൻസും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് പറയണത്. ഞാൻ ഇപ്പോൾ നമ്മുടെ യൂത്ത് ഫേസ് ക്രീം യൂസ് ചെയ്യണക്കാട്ട് മുന്നേ ചിലരൊക്കെ ചിലപ്പോൾ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി വരുമല്ലോ. സോ അവർക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യണത്. നമുക്ക് അതായത് നമുക്കത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. കാരണം താൽക്കാലികമായിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഒരു റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ, പെർമനന്റ് ആയിട്ട് ഒരിക്കലും ഒരു റിസൾട്ട് കിട്ടില്ല. നമ്മളത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണോ അപ്പോൾ തൊട്ട് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാർക്കനായി പോവും, മുൻപത്തേക്കാളും ഡാർക്കനായിട്ട് പോവും. അതുമാത്രമല്ല നമുക്ക് സ്കിന്നിനും ആയാലും ഇന്റേണലായാലും ഭയങ്കര ഒരു ഡാമേജ് കിട്ടും. ഞാൻ ഏത് സമയത്താണ് എന്ത് ബുദ്ധിയിലാണ് ഞാൻ അതെടുത്ത് ആലോചിച്ചത്, എനിക്ക് വാങ്ങി ഉപയോഗിച്ചെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 ബോട്ടിൽസ് യൂത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട് അവരുടെ നിന്ന്. ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് സെക്കൻഡ് പിന്നെ ഞാൻ ഒരാൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, എൻ്റെ വീട്ടിലുള്ള ആൾ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഞാൻ ഇത്തിരി വാരി തോണ്ടി തേക്കാറുണ്ടായിരുന്നു. പക്ഷെ അത്
ഇത്തിരി ഒരു 2-3 ഡേയ്സ് ഞാൻ തേച്ചിട്ടുണ്ട്. അവൻ്റെ നിന്ന് വാങ്ങിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്ത് കൊണ്ട് കളഞ്ഞു. അതായത് ഇപ്പോൾ ഈ അടുത്ത് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആയത് കണ്ടപ്പോൾ അതിരിക്കണ്ടപ്പോൾ കൊണ്ട് കളഞ്ഞു. കാരണം ഇനി യൂസ് ചെയ്യാണ്ടിരിക്കാനായിട്ട്. അഥവാ ഇനി എന്തെങ്കിലും പെട്ടെന്ന് ഭയങ്കര ഒരു എന്താ 1-2 ദിവസം യൂസ് ചെയ്ത് തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വരുമ്പോൾ ഞാൻ അതിന് വേണ്ടി പോകുമെന്നുള്ളൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി പോകുമെന്നുള്ള ഇതിൽ ഞാൻ പെട്ടെന്ന് തന്നെ അത് എടുത്ത് കളഞ്ഞു. പിന്നെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. കാരണം എനിക്ക് എൻ്റെ സ്കിൻ സേവ് ചെയ്തേ പറ്റൂ. കാരണം യൂത്ത് യൂസ് ചെയ്ത് അത്ര അധികം ഡാമേജ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യണില്ല. നമ്മൾ ഉണ്ണികളുടെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ഇരിക്കണ സമയത്ത് ടൈം പോകണമെന്ന് അറിയില്ല. ബിസി ആയിട്ട് അല്ല പെട്ടെന്ന് ആലോചിച്ചില്ല. ഇപ്പോൾ അടുത്താണ് 1 മന്തായി അപ്ലോഡും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ. സോ ഇനിയിപ്പോൾ സ്കിൻ ഇത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ മൂവ് ഓൺ ചെയ്യണം, നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. സോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അതാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത്. ഞാനിനി വീണ്ടും വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.